ശിവ ഏതൊരാളുടെ ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു സംഖ്യ ഞാനീ പറയുന്ന രീതിയിൽ നിങ്ങളുടെ വീട്ടിൽ ഞാനീ പറയുന്ന ഒരു സ്ഥലത്ത് എഴുതി വച്ചാൽ എന്ത് സംഭവിക്കും? നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുമെന്ന്. കുബേരൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരും എന്ന് വെച്ചാൽ ചെയ്തു നോക്ക്. അപ്പൊ നമുക്കറിയാലോ എന്നൊക്കെ മാറ്റം ഉണ്ടാവുക. അതുമുതൽ ജീവിതം മാറാൻ തുടങ്ങും. ഒരു ദിവസം കൊണ്ടല്ല, പല ദിവസങ്ങൾ കൊണ്ട്. അതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു പച്ച കോട്ടൺ തുണി വേണം. പച്ച കോട്ടൺ തുണി, പിന്നെ ഒരു പേപ്പറിൽ ഞാനീ പറയുന്ന സംഖ്യ നിങ്ങൾ എഴുതി ഞാനീ പറയുന്ന സ്ഥലത്ത് വീട്ടിൽ വെക്കണം. കുബേരൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരും എന്ന് വെച്ചാൽ സാമ്പത്തികവും ഐശ്വര്യവും വശ്യവും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായി വരും എന്ന് തന്നെയാണ്. ചെയ്തു നോക്കുക. കൂടുതൽ പറയുന്നതല്ലല്ലോ കാര്യം, ചെയ്തു നോക്കുക. അപ്പൊ മനസ്സിലാവും. ശരിയായിട്ട് ചെയ്തണം. ഞാനെല്ലാം പറഞ്ഞുതരാം എങ്ങനെയാണ്. അപ്പോൾ അതിനു മുമ്പ് ഞാനൊരു എൻ്റെ ഒരു അനുഭവം ഷെയർ ചെയ്തിട്ട് വളരെ പെട്ടെന്ന് പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഈ വീഡിയോയിൽ വേറെ ചില കാര്യങ്ങളൂടെ പറയുന്നുണ്ട്. കുളി കഴിഞ്ഞ് ചെയ്യേണ്ട ഭഗവാൻ കൃഷ്ണന്റെ ഒരു അതീവ സൂക്ഷ്മമായ അതീവ രഹസ്യമായ ഒരു വിദ്യ പറയുന്നുണ്ട്. പിന്നെ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ഒരു 3-4 ചെറിയ മന്ത്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് ചില ഡിപ്പാർട്ട്മെന്റിലെ ചില ഉദ്യോഗസ്ഥന്മാരൊക്കെ ചെയ്ത് അവർക്കൊക്കെ ഒരു കൂടുതൽ ഉയർച്ചയൊക്കെ കിട്ടിയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാവർക്കും പ്രയോജനപ്പെടും. നമ്മുടെ ജീവിതം ഒന്ന് പുതിയൊരു ഘട്ടത്തിലേക്ക്, പുതിയൊരു ഉയർച്ചയിലേക്ക് മാറും. അങ്ങനെയുള്ള ഒരു കാര്യമാണ് പറയുന്നത്. പിന്നെ നമുക്ക് ടെൻഷൻ ഉണ്ടാകുമ്പോൾ, പെട്ടെന്ന് ടെൻഷനും ഭയവും ഒക്കെ ഉണ്ടാകുമ്പോൾ മാറാനുള്ള ഒരു ശിവവിദ്യയും കൂടെ പറയുന്നുണ്ട്. ഇത്രയും പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോ മുഴുവൻ കാണണില്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. നിങ്ങൾ സംഖ്യാജ്യോതിഷ, ഹസ്തരേഖ, ഗ്രഹനിലയൊക്കെ ചെയ്യുന്ന ആവശ്യമുള്ള ഒരു വാട്സപ്പ് ഇടുക. ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് സ്വീകാര്യമാണെങ്കിൽ ഞാൻ നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ. ക്ഷേത്രത്തിലേക്ക് പോയി ചെയ്യേണ്ടി വരും, ആവർത്തിക്കേണ്ടി വരും. ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. അങ്ങനെയാണ് വർക്ക് എടുക്കുന്നത്. നല്ല കാര്യങ്ങൾ ചിലപ്പോൾ ആവർത്തിച്ച് ക്ഷേത്രത്തിൽ പോകാൻ നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ. അതൊക്കെ ആവശ്യമുള്ളവർ വർക്ക്, അങ്ങനെയുള്ളവർ വർക്ക് ഫ്രീ ആവുന്നതനുസരിച്ച് ഒരു മുൻഗണനാക്രമത്തിലായിരിക്കും ഡേറ്റ് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ധൃതി വെക്കരുത്. അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ, വീഡിയോ പറയുന്നത്. അല്ലാതെ നമ്മളൊരു ആ ശിവനിൽ ആത്യന്തികമായിട്ട് വിശ്വസിക്കുന്ന ആളാണ്, ശിവയോഗിയാണ്. ഈ ശരനൂല് യോഗി ശിവയോഗി രണ്ടാണ് കേട്ടോ. ശിവയോഗി എന്ന് പറഞ്ഞാൽ അത് വേറെ തലമാണ്. അതൊക്കെ പോട്ടെ, അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. ഏതായാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഭഗവാനിൽ തന്നെ സ്മരിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എല്ലാവരും. ശിവോഹം ശിവ. നിങ്ങൾ ഒരു പേപ്പർ എടുക്കണം. ആ പേപ്പറിൽ ഇതുപോലൊരു ചതുരം വരയ്ക്കണം. അല്പം വലിപ്പത്തിൽ വരയ്ക്കണം കേട്ടോ. ചെറിയ ചതുരം വരയ്ക്കരുത്. അല്പം വലിപ്പത്തിൽ ഒരു ചതുരം വരയ്ക്കുക. ചതുരത്തിന്റെ 4 മൂലയിലും 0 ഇതുപോലെ ചതുരത്തെ ചേർത്ത് 0 വരയ്ക്കുക. വരച്ചിട്ട് ഈ ചതുരത്തിന് നടുക്ക് ക്ലീം എന്ന് നിങ്ങൾ എഴുതുക. സ്കെച്ച് പേന കൊണ്ട് എഴുതിയാൽ മതി. ഇതെല്ലാം നീല നിറത്തിലുള്ള സ്കെച്ച് പേന കൊണ്ട് വേണം എഴുതാൻ കേട്ടോ. എൻ്റെ നീല നിറം തീർന്നു പോയിട്ട് ഞാൻ കറുപ്പ് കൊണ്ട് എഴുതി കാണിച്ചതേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ നീല നിറത്തിലുള്ള സ്കെച്ച് പേന കടയിൽ നിന്ന് മേടിക്കണം. എന്നിട്ട് ഒരു പേപ്പർ എടുത്ത് ഇങ്ങനെ ഒരു വലിപ്പത്തിൽ ചതുരം വരച്ച് അതിന്റെ 4 മൂലയിലും 4 0 ചതുരത്തോട് ചേർത്ത്, ഇത് കണ്ടോ, ചതുരത്തോട് ചേർത്ത് 0 വരണം കേട്ടോ. ഇങ്ങനെ 4 0 വരച്ച് നടുക്ക് ക്ലെയിം എന്ന് എഴുതിയിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതാണ് സംഖ്യ എന്ന് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതിന്റെ താഴെ എഴുതുക. ഞാനിവിടെ ഉദാഹരണത്തിന് ഒരെണ്ണം എഴുതിയെന്നേ ഉള്ളൂ. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണെന്ന് വെച്ചാൽ അത് ഈ ക്ലെയിമിന് താഴെ എഴുതുക. ഇത് 4 മൂലയിൽ നിങ്ങളുടെ പേരെഴുതുക. 4 മൂലയിൽ പേരെഴുതിയിട്ട് നിങ്ങൾ ഈ പേപ്പർ ഒരു ബുക്ക്, ഏതെങ്കിലും ഒരു ബുക്കിനകത്ത്, ഏത് ബുക്കാണെങ്കിലും കുഴപ്പമില്ല, ഒരു ബുക്കിനകത്ത് നിങ്ങൾ സ്ഥിരം ഉപയോഗിക്കാത്ത ഒരു ബുക്ക്, ഏത് ബുക്കാണെങ്കിലും ഉപയോഗിക്കാം. സ്ഥിരം നമ്മൾ ഉപയോഗിക്കാത്ത ആവശ്യമില്ലാത്തൊരു ബുക്കിനകത്ത് ഈ പേപ്പർ വെക്കണം. പേപ്പർ വെക്കണമെന്ന് പറയുമ്പോൾ ബുക്ക് ഇപ്പം ഈ ഇങ്ങനൊരു പേപ്പറാണ്, ഈ പേപ്പറിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു ബുക്ക് വേണം. ഇനിയിപ്പോൾ അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലൊരു ബുക്ക് മേടിച്ചാലും മതി, വലിപ്പമുള്ളത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളൊരു ഈ ചെറിയ ബുക്കിന്റെ പേപ്പറെല്ലാം എഴുതുന്നെങ്കിൽ ചെറിയ ബുക്കിനകത്ത് വെച്ചാൽ മതി. പക്ഷെ ഇതെല്ലാം ഇതിനകത്ത് ഉൾക്കൊള്ളിക്കണം. ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് വരണം. 4 ഭാഗത്തും
ഈ ക്ലെയിം എന്ന് എഴുതിയിട്ട് ഈ ചതുരത്തിനുള്ളിൽ 4 ഭാഗത്ത് നിങ്ങളുടെ പേര് എഴുതണം. ഞാനിവിടെ നെയിം എന്നാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ നെയിം എന്ന് എഴുതരുത്. നിങ്ങളുടെ പേരെന്താണോ അത് ഈ മൂലയിൽ എഴുതുക, ഈ മൂല എഴുതുക, ഈ മൂലയിൽ എഴുതുക, ഈ മൂല എഴുതുക, ചതുരത്തിനുള്ളിൽ. അപ്പോൾ ഇത്ര എഴുതാനുള്ള സൗകര്യമുള്ള രീതിയിൽ പേപ്പർ വേണം. അതിന് പറ്റിയൊരു ബുക്കിനകത്ത് വെക്കുക. എന്നിട്ട് ആ ബുക്ക് ഒരു പച്ച കോട്ടൺ തുണി കടയിൽ കിട്ടും, ജൗളിക്കട, അവിടെ നിന്ന് മേടിച്ച് അതുകൊണ്ട് ബുക്ക് പൊതിഞ്ഞ് അവിടെ വയ്ക്കുക. വെച്ച് കഴിഞ്ഞ് നിങ്ങൾ ദിവസവും രാവിലെ ഇതെടുക്കണ്ട കേട്ടോ. നിങ്ങളിത് എവിടെയെങ്കിലും വെച്ചാൽ മതി. ഒരു ട്രോയ്ക്കകത്ത് വെച്ച് പൂട്ടുകയോ എവിടെയെങ്കിലും അങ്ങനെ വയ്ക്കുക. എപ്പോഴും തുറന്ന് നോക്കണ്ട, അവിടെ ഇരുന്നോട്ടെ, തുറന്ന് നോക്കുക വേണ്ട. എന്നിട്ട് നിങ്ങൾ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് ഈ പച്ച കോട്ടൺ തുണിക്കകത്ത് പൊതിഞ്ഞ ഈ ബുക്ക് മനസ്സിലൊന്ന് കാണണം. കണ്ടിട്ട് കൈയും കാലും മുഖം കഴുകിയിട്ട് മനസ്സിലൊന്ന് കണ്ടിട്ട് കണ്ണു തുറന്ന് തന്നെ നിങ്ങളുടെ വലതുമൂക്കിൽ കൂടി ശ്വാസം എടുത്തിട്ട് ക്ലെയിം എന്ന് വലതുമൂക്കിൽ കൂടി ശ്വാസം എടുക്കുമ്പോൾ ഒന്നും ജപിക്കേണ്ട മനസ്സിൽ. ഇടതുമൂക്കിൽ കൂടി ക്ലെയിം എന്ന് ജപിച്ച് നീട്ടി വിടുക. അപ്പോൾ വലതുമൂക്കിൽ കണ്ണു തുറന്ന് ചെയ്യാം, മനസ്സുകൊണ്ടാണ് ജപിക്കുന്നത്. വലതുമൂക്കിൽ കൂടി ശ്വാസം എടുക്കുമ്പോൾ ഇടതുമൂക്ക് വിരൽ കൊണ്ട് അടച്ചു പിടിക്കണം. എന്നിട്ട് ഇടതുമൂക്കിൽ കൂടെ വിടുമ്പോൾ വലതുമൂക്ക് വിരൽ കൊണ്ട് അടച്ചു പിടിക്കണം. ഇതൊരു 3 തവണ ചെയ്യുക. ശ്വാസം എടുക്കുമ്പോൾ ഒന്നും ജപിക്കേണ്ട, ശ്വാസം വിടുമ്പോൾ ക്ലെയിം എന്ന് ജപിക്കുക. ഈ ബുക്ക്, ഈ പച്ച കോട്ടൺ തുണിയിൽ പൊതിഞ്ഞ ബുക്ക് മനസ്സിൽ കണ്ടുകൊണ്ട് ക്ലെയിം, മനസ്സിൽ ആ ചിത്രം കണ്ടുകൊണ്ട് ക്ലെയിം എന്ന് ഇടതുമൂക്കിൽ കൂടി ശ്വാസം വിടുക. വലതുമൂക്കിൽ കൂടെ ശ്വാസം എടുക്കുമ്പോൾ ഒന്നും ചിന്തിക്കണ്ട. ഇടതുമൂക്കിൽ കൂടി ആ പച്ച കോട്ടൺ തുണി പൊതിഞ്ഞ ബുക്ക് മനസ്സിൽ കണ്ടുകൊണ്ട്, ട്രോയ് പൂട്ടി വെച്ചേക്കണം, അതിന് എടുക്കണ്ട, മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ വലതുമൂക്കിൽ കൂടെ ശ്വാസം എടുക്കുമ്പോൾ ഒന്നും ജപിക്കേണ്ട. ഇടതുമൂക്കിൽ കൂടി ശ്വാസം വിടുമ്പോൾ ക്ലെയിം എന്ന ആ പച്ച കോട്ടൺ തുണി പൊതിഞ്ഞ ബുക്ക് മനസ്സിൽ കണ്ടുകൊണ്ട് ക്ലെയിം എന്ന് ഇടതുമൂക്കിൽ കൂടി ശ്വാസം നീട്ടി വിടുക. ഒരു 3 തവണ ചെയ്യുക, ദിവസവും ചെയ്യുക. രാവിലെ കുളി കഴിഞ്ഞോ എപ്പം ചെയ്താലും കൈയും കാലും മുഖം കഴുകിയിട്ട് ചെയ്യണം കേട്ടോ. ഇതെപ്പം വേണമെങ്കിലും ചെയ്യാം. ഇനിയിപ്പോൾ കുളിച്ചില്ലെങ്കിലും കൈയും കാലും മുഖം കഴുകിയിട്ട് ചെയ്യാം. ഈ വിദ്യ നിങ്ങൾ ചെയ്തോളുക. ഇതൊരു അത്ഭുതകരമായ ഒരു വിദ്യയാണ്. ഇവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വേണം, പിന്നെ ക്ലെയിം എന്നുള്ള അത് എഴുതണം, ക്ലെയിം എഴുതണം. 4 സൈഡിലും ചതുരത്തിനുള്ളിൽ നിങ്ങളുടെ പേര് എഴുതണം. നീല സ്കെച്ച് പേന കൊണ്ടായിരിക്കണം ഇത് വരയ്ക്കുന്നത്. ഇത് ഒരു ബുക്കിനകത്ത് വെച്ച് പച്ച കോട്ടൺ തുണിക്കകത്ത് പൊതിയണമെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾ ചുമ്മാ ഇങ്ങനെ ഇത് ഒരു ബുക്കാന്ന് വിചാരിച്ചു, ഇങ്ങനെ പൊതിഞ്ഞാൽ മതി. അങ്ങനെ മൊത്തം ഒന്നും പൊതിയും വേണ്ട. ഇങ്ങനെ പച്ച കോട്ടൺ തുണി കൊണ്ട് പൊതിഞ്ഞാൽ മതി, ഒരു 3-4 മടക്കായിട്ട്. പിന്നെ അതൊരു ട്രോയ്ക്കകത്തോ തുറക്കാത്ത, എപ്പോഴും നോക്കാത്ത എവിടെയെങ്കിലും വെച്ച് പൂട്ടുക. പിന്നെ നോക്കാത്ത എവിടെയെങ്കിലും ട്രോയ്ക്കകത്തോ വല്ല വെച്ചാൽ മതി, അത് എടുക്കണ്ട. പിന്നെ ദിവസവും അത് ഓർത്തുകൊണ്ട്, അത് മനസ്സിൽ കണ്ടുകൊണ്ട് ഈ ക്ലെയിമിന്റെ വിദ്യ ചെയ്താൽ മതി. അത്ഭുതകരമായ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളും സാധിച്ചു കിട്ടും. അതായത് നിങ്ങൾക്ക് പുതിയ മാറ്റങ്ങളുണ്ടാവും. അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതിൽ കാര്യമില്ല. നിങ്ങൾ ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ പോകുന്ന കാര്യം, നിങ്ങൾ കൃഷ്ണൻ്റെ ഒരു രഹസ്യമാണ് പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങൾ കുളി കഴിഞ്ഞ് തല തോർത്തിക്കഴിഞ്ഞ് കുളിമുറിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഒന്ന് കൈയും കാലും മുഖം നനച്ചിട്ട് ഈ പറയുന്ന ഒരു വിദ്യയും കൂടെ നിങ്ങൾക്ക് ആവശ്യം പോലെ ചെയ്താൽ മതി കേട്ടോ. ചെയ്ത് നോക്കുക, അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, ഗുണം അറിയാമല്ലോ. അതായത് വെണ്ണ തിന്നുന്ന ഉണ്ണിക്കണ്ണനെ മനസ്സിൽ കണ്ടുകൊണ്ട് വലതുമൂക്ക് അടച്ച് ഇടതുമൂക്കിൽ കൂടി ശ്വാസം വെണ്ണ കട്ട് നിന്നുന്ന ഉണ്ണിക്കണ്ണനെ മനസ്സിൽ കണ്ടുകൊണ്ട് വലതുമൂക്കിൽ കൂടെ ശ്വാസം എടുത്ത് ഇടതുമൂക്കിൽ കൂടെ വിടുക. ഇടതുമൂക്കിൽ കൂടെ വിടുമ്പോൾ മാത്രം ഉണ്ണിക്കണ്ണനെ ചിന്തിച്ചാൽ മതി, വെണ്ണ തിന്നുന്ന ഉണ്ണിക്കണ്ണനെ. എന്നിട്ട് ഇങ്ങനൊരു വാചകം പറയുക: വെണ്ണ തിന്നുന്ന ഉണ്ണിക്കണ്ണൻ എനിക്ക് സമ്പത്ത് തരട്ടെ എന്ന് പറഞ്ഞ് ഒരല്പം വെള്ളം എടുത്ത് തളിച്ചിട്ട് ഇറങ്ങിപ്പോരുക. പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട. ഇതൊരു ജലം കൊണ്ടുള്ള ഒരു വിദ്യയാണ്. അപ്പോൾ നിങ്ങൾ പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട. അല്പം വെള്ളം എടുത്ത് തളിച്ചു ഇത് ചെയ്ത ശേഷം വെണ്ണ തിന്നുന്ന ഉണ്ണിക്കണ്ണൻ എനിക്ക് സമ്പത്ത് തരട്ടെ. പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി ചിലപ്പം വെള്ളം വലത് കൈയിലെടുത്ത് ഒന്ന് മുന്നിൽ തളിച്ചിട്ട് പിന്നെ വലതുകാലം വെച്ച് കുളിമുറിയിൽ നിന്ന് ഇറങ്ങുക. അതേക്കുറിച്ച് ചിന്തിക്കേണ്ട. ഇതൊരു ദിവസവും ചെയ്ത് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ നിങ്ങൾ തന്നെ ഒന്ന് നിരീക്ഷിച്ച് നോക്കുക. എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഭഗവാൻ പ്രത്യക്ഷ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും.
കാരണം ഇതെല്ലാം ശരനൂലുമായി ബന്ധപ്പെട്ട വിദ്യയാണ്. അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ്. ഇനി നിങ്ങൾക്ക് ടെൻഷൻ, ഭയം, ആകുലത ഇതൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടി ഒരു വിദ്യ പറഞ്ഞുതരാം. നിങ്ങൾ എവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാം. നിങ്ങളുടെ വയറിനുള്ളിൽ ഒരു ശിവലിംഗം സങ്കല്പിക്കണം കറുത്തൊരുപത്തിൽ. എന്നിട്ട് ആ ശിവലിംഗത്തെ കണ്ണ് തുറന്നോ കണ്ണടച്ചോ ചെയ്യുക. നിങ്ങൾ ജലധാര ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. ശിവായ നമാന്ന് ജപിക്കുക. അവിടെ അല്പനേരം ലയിച്ച് കണ്ണടച്ചോ കണ്ണ് തുറന്നോ ഇരിക്കുക, ലയിച്ചിരിക്കുക. നിങ്ങളുടെ ടെൻഷനും ആകുലതയും ഭയവും വിഷമവും ഏത് പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ പമ്പ കടക്കും. നിങ്ങൾക്ക് അതിനൊരു സൊല്യൂഷൻ അല്ലെ ഒരു ഈശ്വര്യമായ സഹായം അവിടെ കിട്ടിയിരിക്കും. വിശ്വാസത്തോടെ ചെയ്താൽ യാതൊരു സംശയവും വേണ്ട. ആർക്കും പ്രയോജനപ്പെടുക. നമ്മളീ പറയുന്ന വിദ്യകൾ എല്ലാ തരത്തിലുള്ള ആളുകളും, ഒരുപാട് ആളുകൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള ആളുകളും നിങ്ങൾ ഈ പറഞ്ഞാൽ ഇനി ഞാൻ പറയുന്ന ഒരു 3-4 മന്ത്രം പറയാം. ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ജീവിതം എത്ര ദുരിതമാണേലും, എന്തൊക്കെ വാസ്തുദോഷം ഉണ്ടെങ്കിലും അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. എന്തൊക്കെ ശാപദോഷം ഉണ്ടെങ്കിലും അവിടെ ഇരുന്നോട്ടെ. എന്തൊക്കെ ശത്രുദോഷം ഉണ്ടെങ്കിലും അവിടെ ഇരുന്നോട്ടെ. ഇതൊക്കെ ഉണ്ടല്ലോ, ഭൂമെന്ന് പറഞ്ഞാൽ അതെല്ലാം തകർക്കുന്ന ഒരു വിദ്യയാണ്. ഒരു ദിവസം കൊണ്ടല്ല, ഇത് പല ദിവസം ചെയ്യണം. നിങ്ങൾക്ക് വിശ്വാസം കൂടെ വേണം. കാരണം ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ അകത്തൊക്കെ ഇത്രയധികം കാര്യമുണ്ടോ എന്ന്. നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ കാര്യമുണ്ടോ ഇല്ലയോ എന്ന്. നിങ്ങൾ ചെയ്ത് നോക്കുക. എത്രയോ ആളുകൾ ചെയ്യുന്നുണ്ടെന്നറിയോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ. കുളിമുറിയിൽ നിന്നുകൊണ്ട് വടക്കോട്ട് തിരിഞ്ഞു നിന്ന് ഈ 3-4 മന്ത്രം ജപിക്കണം. ഒന്ന് കൈയും കാലും വെള്ളം തൊട്ട് നനച്ചിട്ട് വേണം ചെയ്യാൻ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമസ്തുതേ. ഇത് മഹാമന്ത്രം. ഇത് വടക്കോട്ട് തിരിഞ്ഞെന്ന് ജപിച്ചാൽ പെട്ടെന്ന് ജീവിതം മാറും. ഇതിനകത്തെല്ലാം ഉണ്ട്, സമസ്തവും ഉണ്ട്, സർവ്വതും ഇതിനകത്തുണ്ട്. ഇത് മഹാമന്ത്രം തന്നെയാണ്. ഇതൊരു തവണ ജപിക്കുക. അതിനുശേഷം ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ നമാന്ന് ജപിക്കരുത്. ഓം നമോ നാരായണായ ഒരു തവണ വാഗുണ്ട ഇതെല്ലാം ജപിക്കണ്ടേ. പിന്നെ ഈശ്വരനെ ഗുരുവായി സങ്കല്പിച്ച്, പരമേശ്വരനെ നിങ്ങൾക്ക് ചിന്തിക്കാം, ഈശ്വരനെ നിങ്ങൾക്ക് ചിന്തിക്കാം. ഗുരുചരണം ശരണം ജപിക്കുക. ഇത് 3 തവണ ജപിക്കണം. 3 times 3 തവണ ഗുരുചരണം ശരണം. അതിനുശേഷം വീണ്ടും ഓം കൃഷ്ണായ നമ ഒരു തവണ. അതിനുശേഷം നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു കറുത്ത രൂപത്തിൽ ശിവലിംഗം ധ്യാനിച്ച് ആ ശിവലിംഗത്തിൽ നിങ്ങൾ കൂവളത്തല കൊണ്ട് അർച്ചന ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് ശിവായ നമ എന്ന് വാഗൊണ്ട് 3 തവണ ജപിക്കുക. പിന്നെ മനസ്സിൽ 3 തവണ ജപിക്കുക. ഇത്രയും കാര്യം തന്നെ നിത്യേന നിങ്ങൾ കുളിമുറി എന്ന് വടക്കോട്ട് തിരിഞ്ഞു നിന്ന് ചെയ്താൽ, വാസ്തുദോഷം ഉണ്ടായിക്കോട്ടെ അവിടെ ഇരുന്നോട്ടെ, ശത്രുദോഷം എത്ര വേണമെങ്കിലും ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. അതുപോലെ ശാപദോഷം, പ്രാക്കുദോഷം എന്തും ആയിക്കോട്ടെ, ഇതൊന്നും നിങ്ങൾ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ജീവിതം മാറുമല്ലോ എന്നറിയാം. എല്ലാ ദോഷങ്ങളും നിഷ്പ്രഭമാക്കുന്ന വിദ്യയാണ്. അതെന്താ ഈ വിദ്യക്ക് ഇത്ര പ്രാധാന്യം? വടക്കെന്ന് പറഞ്ഞാൽ വടക്കോട്ട് നോക്കി മന്ത്രങ്ങൾ ജപിച്ചാൽ നമ്മളുടെ താപത്രയങ്ങൾ മാറും. നമ്മളുടെ പാപദോഷങ്ങളും കർമ്മദോഷങ്ങളും ജന്മദോഷങ്ങളും ഒക്കെ മാറിക്കിട്ടും. മാത്രമല്ല സർവമംഗളമംഗല്യെ ജപിക്കുമ്പോൾ അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്, സർവ്വതും ഉണ്ട്. സർവമംഗളമംഗല്യക്കകത്ത് അത്ഭുതകരമായ മഹാമന്ത്രമാണത്. അതിൻ്റെ അത് സർവമംഗളമംഗല്യേ ശിവേ. അപ്പൊ സാ എന്നുള്ളതും ഷീ എന്നുള്ളതും ഈ 2 ഉച്ചാരണം ശ്രദ്ധിച്ചോണം. സർവമംഗളമംഗല്യേ, സർവമംഗളമംഗല്യേ ശിവേ, ശാ വരുന്നുണ്ട്. സർവാർത്ഥ സാധികേ, സാ സാ. ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമസ്തുതേ. അപ്പൊ ഈ സാ സാ ഷീ ഈ ഉച്ചാരണങ്ങൾ നമ്മളുടെ വൈബ്രേഷനെ, നമ്മുടെ എനർജിയെ മുകളിലെ ചക്രങ്ങളിലേക്ക് ഉയർത്തും. ഇത് ജപിക്കുമ്പോൾ തന്നെ നമ്മൾ സഹസ്രാരത്തിലേക്ക് ഉയർത്തും. അങ്ങനെ നമ്മളുടെ ബോധം നമ്മളുടെ താഴെയുള്ള ചക്രങ്ങളിൽ നിന്ന് മുകളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സഞ്ചരിക്കുമ്പോൾ
അത് പ്രപഞ്ചബോധവുമായി കണക്റ്റായി നമ്മളിലേക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങും. അപ്പോഴാണ് മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനുള്ള ശക്തി സാ എന്ന അക്ഷരത്തിനും ഷി എന്ന അക്ഷരത്തിനും ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ മന്ത്രത്തിൽ ദേവിയുടെ എല്ലാ ഭാവങ്ങളുമുണ്ട്, എല്ലാ ശക്തിയുമുണ്ട്, സർവ പുരുഷാർത്ഥങ്ങളും നൽകുന്നതാണ്. ഞാൻ ഈ മന്ത്രം 7 വർഷം തുടർച്ചയായിട്ട് ജപിച്ചതാണ്. അത് കഴിഞ്ഞാൽ എനിക്ക് ശിവനെ അറിയാൻ പറ്റി. അത് കഴിഞ്ഞാൽ എനിക്ക് ശിവവിദ്യ കിട്ടിയത്. ക്രിയാകുണ്ടൽ പ്രാണായാമം അതിനു മുമ്പ് എനിക്ക് കിട്ടിയതാണ്. പക്ഷെ ശിവനെ ഞാൻ അറിയാൻ, ആ ശിവവിദ്യയിലേക്ക് വരാൻ, ശിവനിൽ എനിക്ക് ലയം ഉണ്ടാകാൻ തുടങ്ങിയത്, ഭഗവാനെ ലയിച്ചിരിക്കാൻ പറ്റിയത് 7 കൊല്ലം സർവമംഗളമംഗല്യ തുടർച്ചയായി ദിവസവും ചെയ്തതിനു ശേഷമാണ്. മനസ്സിലാവുന്നുണ്ടോ? അത്ഭുതകരമായ മന്ത്രമാണ്. നിങ്ങളിപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ആ ശിവനിൽ ലയിക്കാനാണ്, അല്ലെ ഒരു ആ സ്വരൂപസിദ്ധിയിൽ അല്ലെ ശിവയോഗിയായി നിൽക്കാനാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇപ്പോൾ സ്വത്തായിക്കോട്ടെ, തൊഴിലായിക്കോട്ടെ, ഭൗതിക സുഖങ്ങളായിക്കോട്ടെ, അതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തോ അത് വന്നു ചേരുമെന്നുള്ളതാണ്. സമ്പത്ത്, ഐശ്വര്യം എല്ലാം വന്നു ചേരും. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന എന്താണോ ഓരോരുത്തരുടെ ആഗ്രഹം അനുസരിച്ച്. പിന്നെ ഓം നമോ നാരായണായ അഷ്ടാക്ഷരിയാണ്. ഓം നമോ നാരായണായ നമാന്ന് ജപിക്കരുത്. ഓം നമോ നാരായണായ അതിനകത്ത് 8 അക്ഷരത്തിനകത്ത് ഓംകാരം വരുന്നുണ്ട്. അതാണ് അതിന്റെ രഹസ്യം. ഓംകാരം ചേർത്താണ് 8 അക്ഷരം. അത് മഹാമന്ത്രമാണ്. ആ മന്ത്രം കൊണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ സാധിക്കും. ഞാൻ ആ മന്ത്രം കൊണ്ടുള്ള ഒരുപാട് രഹസ്യ വിദ്യകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ചെയ്തു നോക്കിക്കൂ വിശ്വാസത്തോടെ. ചെയ്തവർക്ക് ഫലം ഉണ്ടായിട്ടുണ്ട്. രാവിലെ കുളിച്ച് ഈറനോടെ വസ്ത്രം ഉടുത്തുകൊണ്ട് കുളിമുറിയിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഇടതുകാല് മുന്നോട്ട് വെച്ച് ഇടത് കൈ ഇടത് നെഞ്ചിൽ തൊട്ട് ഓം നമോ നാരായണായ എന്ന് വാഗൊണ്ട് 3 തവണ ഉച്ചരിക്കുക. ഏതു വ്യക്തിയാണോ നന്നാകേണ്ടത്, ഏത് വ്യക്തിയാണോ നിങ്ങൾക്ക് അനുകൂലമായി തീരേണ്ടത്, നിങ്ങളോട് വശ്യമായി തീരേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കേൾക്കണം. ഇപ്പം പലരും അമ്മമാർക്കാണ് ഞാൻ പറഞ്ഞു കൊടുത്ത മക്കൾക്ക് വേണ്ടി. മക്കൾ ചിലപ്പം ചീത്ത കൂട്ടുകെട്ടികളിൽ പോവുക, ലഹരി ഉപയോഗിക്കുക, പറഞ്ഞാൽ കേൾക്കുന്നില്ല, വഴക്കും ബഹളമൊക്കെ ആയിട്ട് പോവുക. അവർക്കൊക്കെ ആ മക്കൾ മദ്യപാനം നിർത്തിയ മക്കളുണ്ട്. മക്കൾ അമ്മമാർ പറയുന്ന അതുപോലെ അനുസരിക്കുന്ന മക്കളുണ്ട്. ഈ വിദ്യ ദിവസവും ചെയ്ത് ഇത് ഒരാളും പറഞ്ഞു തരത്തില്ല, ഒരാളും. ഇനിയിപ്പം പലരും പറയുന്നത് എനിക്കറിയത്തില്ല. ഞാനിതെൻ്റെ 1500 വീഡിയോയിൽ 1000-ന് മേലുള്ള വീഡിയോയിൽ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് ഇത് ആരും പറഞ്ഞിട്ടില്ല, ആർക്കും പറഞ്ഞുതരാൻ പറ്റത്തില്ല. അത്ര രഹസ്യവിദ്യ അത് നിങ്ങൾ ചെയ്തു നോക്കൂ. ചെയ്തവർക്ക് ഗുണം ഉണ്ടായിട്ടുണ്ട്. വിശ്വാസമില്ലാതെ ചെയ്തിട്ട് ഒരു കാര്യമില്ല, സമയം കളയാന്നുള്ളൂ. ശരിയായിട്ട് ചെയ്തവർക്ക് ബലം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ട് ശരിയായിട്ട് ചെയ്തു നോക്കുക. ആ വിശ്വാസം അവിടെ കൊടുക്കണം. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓം നമോ നാരായണയുടെ ഒരു രഹസ്യം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുണ്ട് ചെയ്യുക. ഏത് വ്യക്തിയും നമുക്ക് അനുകൂലമാകും. ദിവസം രാവിലെയും ചെയ്യണം, വൈകിട്ട് കൈയും കാലും മുഖം കഴുകിയിട്ട് ചെയ്യുക. ഇപ്പം കുളിക്കണമെന്നോ നിർബന്ധമില്ല. രാവിലെ കുളിച്ചീറാനോടെ തന്നെ ചെയ്യാം. അത്ഭുതകരമായ ഫലമാണ്. നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും പരിധി വരാത്തൊരു പരിധി വരും, പരിധിയിൽ വരുത്തും. അതാണ് ഈ മന്ത്രത്തിന്റെ രഹസ്യം. മന്ത്രത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനത് പണ്ട് തൊട്ട വീഡിയോ പറയുന്നുണ്ട്. ആവശ്യമുള്ളവരും പുറകോട്ട് പോയി കാണുക. മനസ്സിലായല്ലോ? എല്ലാവരും വീഡിയോ കാണുന്നവരാ, പക്ഷെ ഞാൻ പറയുന്ന പല കാര്യവും പലരും കണ്ടിട്ടില്ലെന്നുള്ളതാണ്. നമുക്ക് പറയുമ്പോൾ അറിയാമല്ലോ, വാട്സപ്പിൽ കൂടെ പറയുമ്പോൾ അറിയാം. എല്ലാവരും പറയാം എല്ലാം കാണുന്നു, പക്ഷെ പല വിദ്യകളും കണ്ടിട്ടില്ല. ആവശ്യമുള്ള കാണുക കേട്ടോ. ഞാൻ ആരെയും നിർബന്ധിക്കാറില്ല. അവനവൻ ആവശ്യമുണ്ടെങ്കിൽ കാണുക, അല്ലെ കാണണ്ട, അത്രേ ഉള്ളൂ. അപ്പം ഓം നമോ നാരായണായ. ഇനി അടുത്ത ഗുരുചരണം ശരണം. ഈ ഗുരുചരണം ശരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു ഗുരു ആയിരിക്കത്തില്ല നമ്മുടെ ജീവിതം മാറ്റുന്നത്. കാരണം എന്നാണെന്നറിയോ? നമ്മൾ കണ്ടെത്തേണ്ടതല്ല ഗുരുവിനെ. ഗുരു നമ്മളിലേക്ക് വരേണ്ടത്. ഗുരുചരണം ശരണമെന്ന് പറഞ്ഞ് ഈശ്വരനെ ചിന്തിച്ച് ഉച്ചരിച്ചാൽ പ്രപഞ്ചത്തിൽ ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. സൂക്ഷ്മരൂപികളായിട്ടുള്ള ഈശ്വരതുല്യരായ സൂക്ഷ്മരൂപികളായ ഒരുപാട് ഗുരുക്കന്മാർ പ്രപഞ്ചത്തിലുണ്ട്. അപ്പൊ നിങ്ങൾ ഗുരുചരണം ശരണമെന്ന് പറഞ്ഞ് ഈശ്വരൻ സങ്കല്പിച്ച് ജപിച്ചാൽ മതി. അപ്പൊ ഈ പ്രപഞ്ചത്തിലെ നിങ്ങളുടെ കർമ്മവുമായിട്ട് നിങ്ങളുടെ ജന്മവുമായിട്ട് കണക്ട് ആകാൻ പറ്റിയ ഗുരുക്കള് നിങ്ങളുമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കണക്ട് ആകും. അതാ ശരിയായിട്ടുള്ള വിദ്യ. അല്ല നിങ്ങൾ പോയി കണ്ടുപിടിക്കുന്ന ഗുരുക്കന്മാരൊന്നും നിങ്ങളുടെ ജീവിതം മാറ്റണമെന്നില്ല. പിന്നെ മാറി എന്നൊക്കെ വിചാരിക്കാം, സങ്കല്പിക്കാം. പക്ഷെ യഥാർത്ഥ മാറ്റം ഉണ്ടാകണമെങ്കിൽ യഥാർത്ഥ നിങ്ങൾക്ക് പറ്റിയ ഗുരു നിങ്ങളിലേക്ക് എത്തണം. അതാണ് ശരിക്കുള്ള പ്രോസസ്സിങ്. അപ്പം
അതിന് ഈ ഒരു വിദ്യ ചെയ്താൽ മതി. പ്രപഞ്ചത്തിലുള്ള സൂക്ഷ്മരൂപികളായ ഗുരുക്കന്മാരുണ്ട്. അവർ നിങ്ങളുടെ കർമ്മവുമായിട്ട് കണക്റ്റ് ആകാൻ പറ്റിയ ഗുരുക്കന്മാരാണ്. എല്ലാ ഗുരുക്കന്മാർക്കും നമ്മളുമായിട്ട് കണക്റ്റ് ആകാൻ പറ്റത്തില്ല. ആ ഗുരു നിങ്ങളിങ്ങനെ നിരന്തരം ദിവസവും ചൊല്ലിക്കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ദിവസം ഒരു ദിവസം ചെയ്തുകൊണ്ട് ഒരു കാര്യം സാധിക്കും, ദിവസവും ചെല്ലണം. അപ്പോൾ എപ്പോഴെങ്കിലും ഈ ഗുരു നിങ്ങളിലേക്ക് കണക്റ്റ് ആവും. അവിടെ തൊട്ട് നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും. അത്ഭുതകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. നിങ്ങൾക്കൊരു സംരക്ഷണമാകും, നിങ്ങൾക്കൊരു അനുഗ്രഹമാകും, നിങ്ങൾക്കൊരു വഴികാട്ടിയാവും, നിങ്ങളെ ആപത്തുകളിൽ നിന്ന് രക്ഷിക്കും, നിങ്ങൾക്ക് വേണ്ട എല്ലാ ഐശ്വര്യങ്ങളും സമ്പത്തും നൽകും. മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് ശരിയായിട്ടുള്ള വിദ്യ. നിങ്ങൾ പോയി കണ്ടുപിടിക്കുന്നൊന്നും അതല്ല. അത് നിങ്ങളുടെ സാമർഥ്യം കൊണ്ട്, നിങ്ങളുടെ ബുദ്ധി കൊണ്ട്, നിങ്ങളുടെ സ്വാർത്ഥത കൊണ്ട് കണ്ടുപിടിക്കുന്ന അതൊന്നും ആ ഗുരുവല്ല. അത് നിങ്ങളെപ്പോലെ കർമ്മം കൊണ്ട് ജീവിക്കുന്ന, ഭൂമിയിൽ പിറവിയെടുത്ത, നിങ്ങളെപ്പോലെ തന്നെ ലോണും കാശടവും ഒക്കെ ഉള്ള ഒരാളായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് പ്രപഞ്ചത്തിലുള്ള ഈശ്വരനായി തീർന്ന ജനിമതികൾക്ക് അപ്പുറത്ത് തീർന്ന സൂക്ഷ്മ ഊർജത്തിലുള്ള ഗുരുക്കന്മാർക്കാണ് നമ്മുടെ ജീവിതം പെട്ടെന്ന് മാറ്റാൻ സാധിക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? നമ്മളെപ്പോലെ ജീവിക്കുന്ന, നമ്മളെ ചുറ്റും ജീവിക്കുന്ന, നമ്മളെപ്പോലെ തന്നെ പിറവിയെടുത്ത കർമ്മമുള്ളതുകൊണ്ടാണ് ഭൂമി ജനിക്കുന്നത്. അങ്ങനെ കർമ്മത്തിന് ബന്ധിതനായ ഒരാൾക്ക് നമ്മളെ എത്രമാത്രം രക്ഷിക്കാൻ പറ്റും നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ബാക്കി നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ എനിക്ക് ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയ അറിവുകളാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ മനസ്സിലാക്കുക. പിന്നെ ഓം കൃഷ്ണായ നമ, ഗുരുചരണം ശരണം 3 തവണ ജപിക്കണം. ഓം കൃഷ്ണായ നമ 1 തവണ, ശിവായ നമ 3 തവണ വാഗുകൊണ്ട് ജപിക്കണം, 3 തവണ മനസ്സിൽ ജപിക്കണം. ഈ 3 തവണ വാഗുകൊണ്ട് ജപിക്കുമ്പോഴും 3 തവണ മനസ്സിൽ ജപിക്കുമ്പോഴും കറുത്ത രൂപത്തിൽ ഹൃദയത്തിൽ ശിവലിംഗം ധ്യാനിച്ച് നിങ്ങൾ ആ ശിവലിംഗത്തിന് കൂവളത്തിൽ കൊണ്ട് അർച്ചന ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് ജപിക്കണം. അപ്പോൾ സർവമംഗളമെങ്കിൽ 1 തവണ ജപിക്കുക, ഓം നമോ നാരായണായ 1 തവണ ജപിക്കുക. ഒരു മന്ത്രം കൊണ്ടുണ്ട്, വിട്ടുപോയതാ കേട്ടോ. ഓം നമോ നാരായണായ കഴിഞ്ഞ് ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. വിഷ്ണു ഗായത്രി 3 തവണ ജപിക്കണം. സാക്ഷാൽ വിഷ്ണു ഭഗവാനെയും മഹാലക്ഷ്മിയെയും പാലാഴിയിൽ അനന്തന് മുകളിൽ ശയിക്കുന്ന വിഷ്ണു ഭഗവാനെയും വിഷ്ണു ഭഗവാന്റെ പാദത്തിൽ ഇരിക്കുന്ന മഹാലക്ഷ്മിയെ സങ്കല്പിച്ച് 3 തവണ ജപിക്കണം കേട്ടോ. ഇത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഏത് കാര്യവും ഭഗവാൻ സാധിച്ചു വരും. വടക്കോട്ട് തിരിഞ്ഞെന്ന്. അപ്പൊ വിഷ്ണു ഗായത്രി ആണെങ്കിൽ വിട്ടുപോയി. അതിനുശേഷമാണ് ഗുരുചരണം അതെല്ലാം വിഷ്ണു ഗായത്രി 3 തവണ ജപിക്കണം. അപ്പം സർവമംഗളമെങ്കിൽ 1 തവണ മതി, ഓം നമോ നാരായണായ 1 തവണ മതി, വിഷ്ണു ഗായത്രി 3 തവണ, പിന്നെ ഗുരുചരണം ശരണം 3 തവണ, ഓം കൃഷ്ണായ നമ 1 തവണ, ശിവായ നമ ശിവായ നമ 3 തവണ വാഗുണ്ട്, 3 തവണ മനസ്സിൽ. ഈ 2 രീതിയിലും ജപിക്കുമ്പോൾ ഇതെല്ലാം കണ്ണ് തുറന്നുകൊണ്ട് ചെയ്യാം. വാഗുണ്ടാണ് ജപിക്കുന്നത് എല്ലാം. ഹൃദയത്തിൽ കറുത്ത രൂപത്തിൽ ശിവലിംഗം ധ്യാനിച്ച് നിങ്ങൾ ആ ശിവലിംഗത്തെ കൂവളത്തിൽ കൊണ്ട് അർച്ചന ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് വേണം വാഗുണ്ട് ജപിക്കാനും മനസ്സിൽ ജപിക്കാനും. ഇതെല്ലാം കുളി കഴിഞ്ഞ് കൈയും കാലും മുഖവും നനച്ചിട്ട് കുളിമുറിയിൽ നിന്ന് വടക്കോട്ട് തിരിഞ്ഞത് ചെയ്താൽ മതി. പിന്നെ കുളിമുറി ടോയ്ലറ്റും ഒക്കെ കയറുമ്പോൾ ഇടതുകാല് വെച്ച് കയറണം, വലതുകാല് വെച്ച് ഇറങ്ങണം. അത് എന്തിനാണെന്നറിയോ? ആ കുളിമുറി ആയിക്കോട്ടെ ടോയ്ലറ്റ് ആണ്, അവിടെ നെഗറ്റീവ് എനർജി നമ്മളെ ബാധിക്കത്തില്ല. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ വേണം ചെയ്യാൻ. അപ്പൊ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമ. ശിവോഹം. ശിവ ശിവ.